ഗാസയെ ശവപ്പറമ്പാക്കി ഇസ്രായേലി സേനയുടെ ആക്രമണം. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 60-ലധികം ആക്രമണങ്ങളാണ് ഗാസയിലേക്ക് ഇസ്രായേലി സേന നടത്തിയത്. ഗാസയിലെ റഫയ്ക്കും ഖാൻ യൂണിസിന് സമീപമുള്ള ബങ്കറുകളിൽ നിന്ന് നിരവധി ഹമാസ് ഭീകരന്മാരെ ഇസ്രായേലി സേന വധിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിലായി 4 ഹമാസ് ഭീകരന്മാരെ ജീവനോടെ പിടികൂടിയിരിക്കുന്നു ഗാസയിലെ സായുധ ഗോത്ര സംഘടനകൾ. ഇസ്രായേലി സേനയ്ക്ക് പിന്തുണയുമായി 4-ലധികം വരുന്ന ഗോത്ര സായുധ സംഘങ്ങളാണ് ഗാസയിൽ പണിയെടുക്കുന്നത്. നിരവധി വർഷങ്ങളായി ഗാസയിൽ അധിവസിക്കുന്ന ഈ സായുധ ഗോത്ര സംഘങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന്റെ പിന്തുണയോടുകൂടി ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ കാലങ്ങളിൽ ഇവരെ ഹമാസ് അടിച്ചമർത്തിയിരിക്കുകയായിരുന്നു. ഹമാസിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ ഈ ഗോത്ര സംഘങ്ങൾക്ക് നിൽക്കക്കള്ളിയില്ലാതെ ഇവർ ഒളിഞ്ഞിരുന്ന് ഒളിഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇസ്രായേലി സേന ഹമാസ് എന്ന ഭീകര സംഘടനയുടെ വേരറുത്തു മാറ്റിയതിനു ശേഷം ഹമാസിന്റെ ശക്തി ക്ഷയിച്ചതിന് പിന്നാലെ ഈ പ്രാദേശിക ഗോത്ര സംഘങ്ങൾ, സായുധ സംഘങ്ങൾ ശക്തി പ്രാപിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 4-ലധികം വരുന്ന പ്രാദേശിക ഗോത്ര സംഘങ്ങളാണ് പ്രധാനമായും ഇവിടെ ഉള്ളത്. അവരിതാ ഇസ്രായേൽ സേനയുടെ പിന്തുണയോടുകൂടി, ഇസ്രായേലി സേനയുടെ സൈനിക സാമ്പത്തിക സഹായത്തോടുകൂടി ഹമാസിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുകയാണ്. അത്തരത്തിലുള്ളൊരു സായുധ ഗോത്ര സംഘമാണ് 4 ഹമാസിന്റെ ഭീകരന്മാരെ ബങ്കറിൽ നിന്നും ജീവനോടെ പിടികൂടി ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഗാസയിൽ ഹമാസിന്റെ ഭീകരന്മാർ ഇപ്പോൾ നേരിടുന്നത് ചരിത്രത്തിലില്ലാത്ത ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ബങ്കറുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഹമാസ് ഭീകരന്മാർ ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള വലിയ പോരാട്ടത്തിലാണ്. ഈ ബങ്കറിൽ നിന്ന് തല പുറത്തേക്ക് കാണിച്ചാൽ ആ നിമിഷം തല ചിതറും. അത്രത്തോളം ശക്തമായ നിരീക്ഷണമാണ് ഇസ്രായേലി സേന ഈ ബങ്കറുകൾക്ക് ചുറ്റും നടത്തിയിരിക്കുന്നത്. ഗാസയിൽ ഇനി ഹമാസിന്റെ ഒരു ഭീകരനും ജീവനോടെ അവശേഷിക്കരുത്. റഫയ്ക്ക് സമീപമുള്ള ഏറ്റവും വലിയ ഒരു ടണലിൽ 200 മുതൽ 300 വരെ ഹമാസ് ഭീകരന്മാർ ജീവനോടെ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേലിൻ്റെയും അതുപോലെ ഹമാസ് നേതൃത്വത്തിൻ്റെയും പ്രധാനപ്പെട്ട അറിവ്. ഈ ബങ്കറുകളിലെ ഹമാസിന്റെ ഭീകരന്മാരുമായുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും, പ്രത്യേകിച്ച് ടെലിഫോൺ ബന്ധവും മറ്റ് ബന്ധങ്ങളുമെല്ലാം ഹമാസ് നേതൃത്വത്തിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഹമാസിന്റെ നേതൃത്വം ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിലേക്ക് എത്തിയത്. ഈജിപ്റ്റ് സർക്കാരുമായി ചർച്ച നടത്തിയത് എങ്ങനെയെങ്കിലും ഈ ബങ്കറുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഹമാസിന്റെ ഭീകരന്മാരെ ജീവനോടെ പുറത്തെത്തിക്കണം, അവരെ എങ്ങനെയെങ്കിലും രാജ്യത്തിന് പുറത്തേക്ക് എത്തിക്കണം. ഇതിന് സഹായം വേണം. ഉടനടി തന്നെ ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും തുർക്കിയുടെയും സമ്മർദ്ദം അമേരിക്കയ്ക്ക് പുറത്തു വന്നു. അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു ഈ ബങ്കറുകളിലെ ഹമാസ് ഭീകരന്മാരെ ജീവനോടെ പുറത്തുവിടണം. ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ സമ്മതിച്ചില്ലെങ്കിൽ പോലും ഒടുവിൽ ഇസ്രായേൽ സമ്മതിച്ചു. ശരി, ഞങ്ങൾ ബങ്കറിൽ നിന്ന് അവരെ ജീവനോടെ പുറത്തുവിടാം. പക്ഷേ അവരെ ഈ രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം അമേരിക്ക ഏറ്റെടുക്കണം. അമേരിക്ക അത് ആദ്യഘട്ടത്തിൽ സമ്മതിച്ചു. എന്നാൽ ഇപ്പോൾ അമേരിക്ക അതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. കാരണം ഈ ഹമാസ് ഭീകരന്മാരെ ഏതെങ്കിലും ഒരു രാജ്യം സ്വീകരിക്കുമോ എന്നതിൽ അമേരിക്കയ്ക്ക് സംശയമുണ്ട്. ലോകത്തെ ഒരു രാജ്യവും ഈ ഹമാസ് ഭീകരന്മാരെ സ്വീകരിക്കില്ല. കാരണം ഈജിപ്തും തുർക്കിയും ഖത്തറുമൊക്കെ ഹമാസിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഈ ഹമാസിന്റെ ഭീകരന്മാരെ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ ഈ ഒരു രാജ്യങ്ങളും തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത് കൃത്യമായി അറിയാവുന്ന അമേരിക്ക പതിയെ തന്ത്രപൂർവ്വം ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇതാ ഗാസയിൽ ഹമാസിന്റെ അന്ത്യകൂദാശ നടത്തുകയാണ് ഇസ്രായേലി സേന. ഹമാസിന്റെ ഭീകരന്മാർ ബങ്കറുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു. ആ ബങ്കറുകളുടെ 4 വശങ്ങളും ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് ഇസ്രായേലി സേന ആ ബങ്കറുകളെ പൊട്ടിക്കുകയാണ്. ഇസ്രായേലി സേനയുടെ കോമ്പാക്ട് എഞ്ചിനീയർമാർ ഓരോ ബങ്കറുകൾക്കുള്ളിലായിട്ട് ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കൾ നിറച്ച് വലിയ സ്ഫോടനങ്ങൾ നടത്തി വരുന്നു. ഈ ബങ്കറുകൾക്കുള്ളിൽ കിടന്ന് ജീവനോടെ പൊട്ടിത്തെറിക്കുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ. അങ്ങനെ ഒരു ഹമാസ് ഭീകരനെയും ജീവനോടെ ബങ്കറിന് പുറത്തേക്ക് വിടില്ല എന്നുള്ള ശപഥം ഇസ്രായേലി സേന നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ഗാസയിൽ ഹമാസിന്റെ ശവദാഹം നടക്കുകയാണ്.
2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി 1500ഓളം വരുന്ന ഇസ്രായേലികളെ കൊന്നൊടുക്കുകയും 300ഓളം പേരെ തടവിലാക്കി ബന്ദിയാക്കി കൊണ്ടുപോവുകയും ചെയ്ത ഹമാസിന്റെ ക്രൂരതയ്ക്ക് 2 വർഷത്തിനിപ്പുറം ഇസ്രായേലി സേന പ്രതികാരം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഗാസയിൽ ഇനി ഒരൊറ്റ ഹമാസിന്റെ ഭീകരനും അവശേഷിക്കരുത്. ഗാസയിൽ ഒക്ടോബർ മാസം 10-ാം തീയതി ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതാണ്. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് ആ വെടിനിർത്തലിനെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണം ഗാസയിൽ ഹമാസിനെതിരെ ആരംഭിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗാസയിലുടനീളം ഗാസ സ്ട്രിപ്പിലെ റഫ, ഖാൻ യൂനിസ്, ബെയ്ത്ത് ലഹിയ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണം ആരംഭിച്ചു. ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഇസ്രായേൽ നിരന്തരമായി നടത്തി. അതിന്റെ ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ല, ഹമാസ് എന്ന ഭീകര സംഘടനയുടെ വേര് പിഴുതെറിയുക, ഹമാസ് എന്ന ഭീകര സംഘടനയെ അടിവേര് തകർത്ത് നശിപ്പിക്കുക. ഇതായിരുന്നു ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ അടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗാസയിലുടനീളം ഹമാസിനെ ഇല്ലാതാക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് ഇപ്പോൾ ഇസ്രായേലി സേന. ഗാസയിലെ ബങ്കറുകളിൽ ഇനി അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരന്മാർ ഒരുത്തൻ പോലും ജീവനോടെ പുറത്തു വരരുത്. അത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വാശിയാണ്. ഇനി ലോകത്തെ ഏത് രാജ്യം ആവശ്യപ്പെട്ടാലും, ഖത്തറല്ല, ഈജിപ്റ്റല്ല, തുർക്കിയല്ല, അമേരിക്ക ആവശ്യപ്പെട്ടാൽ പോലും ഒരൊറ്റ ഹമാസ് ഭീകരനെയും ജീവനോടെ ഇസ്രായേലി സേന പുറത്തുവിടില്ല എന്നുള്ളത് ഇസ്രായേലിന്റെ വാശി തന്നെയാണ്. ആ വാശി നടപ്പാക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലി സേന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗാസ സ്ട്രിപ്പിലുടനീളമുള്ള ഹമാസ് കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ അതിരൂക്ഷമായ ആക്രമണം, ഒരാഴ്ചക്കിടയിൽ 60 ആക്രമണങ്ങൾ, ഇസ്രായേലിന്റെ 12-ലധികം വരുന്ന ബങ്കറുകൾ പൂർണ്ണമായും തകർത്തു, 40-ലധികം കെട്ടിടങ്ങൾ തകർത്തു. ഗാസ സ്ട്രിപ്പിൽ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ സർവ്വതും നശിപ്പിക്കുകയാണ് ഇസ്രായേൽ. ഗാസയിൽ ഹമാസിന്റെ അടിവേര് തകർക്കുകയാണ്. ഹമാസ് എന്ന ഭീകര സംഘടനയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുകയാണ് ഗാസ സ്ട്രിപ്പിൽ നിന്നും ഇസ്രായേലി സേന.